ആ എത്തിയില്ലോ ഭാഗീരഥി പിള്ളേ. എന്തോ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം OTT വന്നപ്പോഴാണ് ഇപ്പൊ ട്രോളുകളിലെ കളി വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ട്? ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. സംഭവം ശരിയാ. പിന്നെ പോക്കൃത്തല്ലേ അവര് കാണിക്കുന്നത്? വാ നടക്ക്. ഞാൻ നിന്നെ മനഃപൂർവ്വം ചതിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട്. തോന്നുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ എനിക്ക് കുറവാ പൊതുവെ, കമ്പാരിറ്റീവ്ലി എനിക്ക് കുറവാ. അപ്പൊ ഞാൻ കണ്ടതോ? ചോദിച്ച കേട്ടില്ലേ? ഞാൻ കണ്ടത് പിന്നെ എന്തായിരുന്നു? അല്ല ചവിട്ടിയത് അണലിയാണില്ല. ചേട്ടനാണ് കൂടുതലും തെറിയൊക്കെ. ചേട്ടന് വരുന്ന തെറികൾ എനിക്കിപ്പോ ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് വരുന്നുണ്ടോ? വരുന്നുണ്ട്. അതെ, കാലമൊക്കെ മാറിയിരിക്കണം നമ്പീശ. കലികാല ഇപ്പൊ. അതുകൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമ്പീശം വേണം ആശ്വസിപ്പിക്കാൻ. നമ്മള് ആ സമയത്ത് നമ്മളതിനെ എന്റെ സിനിമ ആയതുകൊണ്ട് ഞാൻ പോയി പ്രൊമോട്ട് ചെയ്തു. ഞാനൊരു സ്ഥലത്തും പോയിട്ട് ഇത് ഗംഭീര സിനിമയാണെന്ന് ഞാൻ പറഞ്ഞു. കുഴപ്പമില്ല, കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്നൊരു ശാസ്ത്രമുണ്ടേ. അങ്ങനെയല്ല, കാര്യം കാണാൻ കഴുത കാലം പിടിക്കണമെന്ന്. അപ്പൊ എന്റെ തള്ളു കേട്ടിട്ട് സിനിമ കണ്ടു എന്ന് പറഞ്ഞ കുറെ ആൾക്കാര് ചീത്ത വിളിക്കുന്നുണ്ട്. കാളചേട്ടാ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവര് വിളിക്കുന്നില്ല, എന്താ തെറ്റ്? അങ്ങനെ ചോദിച്ചാ അതെ. ഒരു ഫെസ്റ്റിവൽ സമയം വലിയൊരു സിനിമ, ആവേശം പോലത്തെ സിനിമയിലൂടെ ക്ലാഷ് വരുമ്പോൾ നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച്. കാരണം എന്റെ പന്നി ആദ്യമായിട്ടാണ് കറക്റ്റ് സമയത്ത് ഒരു ജോലി ചെയ്യണത്. എടാ ഉച്ചക്ക് ചോറിനെന്തറാ? ചാളക്കറി. നോ നോ വേ, ഇറ്റ്സ് ഇംപോസിബിൾ. അപ്പൊ എന്റെ തള്ളു കണ്ടിട്ട് പോയി എന്ന് പറഞ്ഞ ആൾക്കാർ എന്റെ ഇന്റർവ്യൂ കണ്ടിട്ട് നമ്മൾ കുറെ പോയ ആൾക്കാരുണ്ട്. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. പുതിയ ജനറേഷനിലെ ആൾക്കാർക്ക് ക്ലീഷേ ക്രിഞ്ചൊക്കെ ആയിട്ട് തോന്നും. ആണ്, സത്യമാണ്. ആണോ? സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. എന്താ ഒരു ശബ്ദം കേട്ടത്? ഒന്നുമില്ല, ശബ്ദം കേൾക്കും. വെറുതെ ഒരു അടി കിട്ടിയതാ. വെറുതെ ഒരു അടി കിട്ടുമോ? വെറുതെ ഒരു അടി കിട്ടി. ഇപ്പൊ മനസ്സിലായി, വെറുതെയും അടി കിട്ടുമെന്ന്. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.